ഹലോ ഗായ്സ്, ഹാപ്പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അത്തം വന്നെത്തിയിട്ടുണ്ട്. അത്തം മുതൽ എല്ലാവരും പൂക്കളിടാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പൂവാണ് കേട്ടോ ഇത്. എന്ത് ഭംഗിയാണെന്നറിയോ അത് കാണാൻ. അത് 10,000-കണക്കിന് പൂക്കളാണ് ഞങ്ങളുടെ ഈ ഏരിയയിൽ പാടത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ശരിക്കും ഒരു കമ്മൽ പോലെയൊക്കെ തോന്നണം. മഞ്ഞ കളറിൽ, കടും മഞ്ഞ കളറാണ്. എനിക്ക് ഫോണിന് ക്ലാരിറ്റി ഇല്ലാത്ത കാരണം അത് ലൈറ്റായിട്ട് നമുക്ക് തോന്നണതാണ്. പക്ഷേ നല്ല ഭംഗിയാണ്. നമുക്ക് ഇഷ്ടം പോലെയാണ് ഇവിടെ ഈ പാടത്ത് നമുക്കത് കിട്ടുക. നല്ല രസമാണ്. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് കുറേ നാളായി പൊട്ടിക്കണം എന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് പൂക്കളത്തിൽ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനത് പൊട്ടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പൂക്കൾ ആവശ്യമുണ്ട്, യെല്ലോ കളേഴ്സിന് ഈ പൂ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വന്നാൽ മതി. ഇഷ്ടം പോലെ പൊട്ടിച്ചിട്ട് പോവാം. അത്ര അടിപൊളിയാണ് ഈ പൂവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോയി ഒരു ഇലയൊക്കെ സംഘടിപ്പിച്ചു. ഇലയൊക്കെ പൊട്ടിച്ചിട്ട് ഞാനത് പറിച്ചിടാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ വന്നിട്ടുണ്ട്. പൊന്നും മിന്നും ഒക്കെ വന്നിട്ടുണ്ട്. അവരും വേറെ ഇലയൊക്കെ പൊട്ടിച്ചിട്ടാണ് വന്നിരിക്കണേ. അവർക്ക് ഈ ഇല ഇഷ്ടപ്പെട്ടില്ല എന്ന്. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, അവർ പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. മിന്നു എൻ്റെ ഇലയും പൊന്നു വേറൊരു ഇലയും കൊണ്ട് പൊന്നു വന്നു. മിന്നു സ്വതവേ മടിയെത്തി ആയതുകൊണ്ട് ഒരു പൂ പൊട്ടിക്കുമ്പോഴേക്കും കുറേ പൂവായി എന്നുള്ള വിചാരത്തിൽ അവൾ ആ പണി നിർത്തി. പക്ഷെ പൊന്നു അങ്ങനെയല്ല കേട്ടോ, അധ്വാനിക്കുന്ന ടൈപ്പാണ്. അവൻ്റെ ഒരുപാട് പൂ പൊട്ടിച്ചു തുടങ്ങി. ഈ പൂ കണ്ട കറക്റ്റ് നമുക്ക് നക്ഷത്ര കമ്മൽ പോലെയൊക്കെ തോന്നും. അത്രയ്ക്ക് ഭംഗിയാണത്. പൊന്നുതേ ഇത്രയും പൂ പൊട്ടിച്ചു കേട്ടോ. ഏകദേശം ഒരു അത്യാവശ്യം അവൻ പൊട്ടിച്ചു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെച്ച് പരിപാടി നിർത്തിക്കോളാൻ പറഞ്ഞു അവരോട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വെച്ച് ഞാൻ പരിപാടി നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ പൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വണ്ടി പിടിച്ച് പോന്നോ. നമുക്കിവിടുന്ന് ഇഷ്ടം പോലെ കളക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.